മർത്യാകാരേണ ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര നൃപ തവ നീതിക്കു തെറ്റില്ല. പക്ഷേ പൊൽത്താർ മകളിതാ തൻ കണവന വിടുവാൻ ആശ്രയിക്കുന്നു ദാസീ വൃത്യ കണിവളിലുദിക്കൊല്ല കാരുണ്യജാശേ. ഇത് നല്ല മനോഹരമായ ശ്ലോക. ആ ശ്ലോകത്തിന്റെ ചമൽക്കാര ഭംഗി എന്താണ്? ഷായി എന്ന് പറഞ്ഞ് ആ കുംഭക്കൊടലും കുലുക്കി മൃഷ്ടാന്ന അമൃതത്വം കഴിച്ച് കുലുങ്ങി ചിരിക്കുന്നവർ, അറിവുള്ളവർ ഒരു പണിയെടുത്തില്ല. എന്നാലോ പണിയെടുക്കുന്നവർക്ക് അറിവ് കിട്ടിയില്ല. അവന് സ്കൂളിൽ പ്രവേശനമില്ല, അവൻ അക്ഷരമില്ല. അവിടെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം തന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വയലുകളിൽ മുട്ടിപ്പുല്ല് മുളക്കുമെന്ന ആഹ്വാനം, അയ്യങ്കാളിയുടെ ആഹ്വാനം ഓർമ്മയുണ്ടോ? ആ ആഹ്വാനം കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം. അതാണ് ഈ കേരളം വളർന്നത്. പണിയെടുക്കുന്നവൻ അറിവ് കിട്ടി, അറിവുള്ളവനോട് പണിയെടുക്കാൻ പറഞ്ഞു. ഇതിനെ കണക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. അധ്വാനത്തെയും അറിവിനെയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് അറിവിന്റെ പ്രാക്ടിക്കൽ രൂപം ഉണ്ടാകുന്നത്. പരീക്ഷണങ്ങൾ നടത്തണം. അറിവ് എയറിൽ നിൽക്കേണ്ടതല്ല. അറിവ് ഭൂമിയിലേക്ക് ഇറങ്ങണം. ഫലപ്രദമായി അറിയണം. a+b² a² + 2ab+b² എന്ന് 10ാം ക്ലാസ്സിൽ ബൈഹാർട്ട് പഠിക്കാഞ്ഞിട്ട് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അത് ഇമ്പോസിഷൻ എഴുതുമ്പോ മാഷ ശപിച്ചുകൊണ്ടാണ് ഇമ്പോസിഷൻ എഴുതുക. കാരണം ഇതെന്തിനായി പഠിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അത് ഒന്നിച്ച് a+b² എഴുതാനുള്ള പ്രയാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? എന്ന് കുത്തനെ 100 പ്രാവശ്യം താഴോട്ട്, എന്നിട്ട് പ്ലസ് ഇടും 100 പ്രാവശ്യം, വേഗം കഴിയല്ലോ. എന്നിട്ട് ബി എന്ന് എഴുതും. എന്നാലും ഒന്നിച്ചെഴുതി പഠിക്കൂല, ഹോൾ² ആക്കാൻ വിടൂല. 38 വർഷത്തിന് ശേഷം ഇതിന്റെ അർത്ഥം എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായി. ഇതിന്റെ അർത്ഥം, ഞാൻ പഠിച്ച സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ ക്ലാസ്സിൽ ഇരുത്തൂല. പെൺകുട്ടികൾക്ക് വേറെന്നെ ബിൽഡിങ്ങാ, ആൺകുട്ടികൾക്ക് വേറെന്നെ ബിൽഡിങ്ങാ. അവരൊരുമിച്ചിരുന്നാൽ പെൺകുട്ടികളെല്ലാം അപ്പ ഗർഭിണിയായി പോകുന്നതാണ് അച്ഛൻ്റെ വിചാരം. അടുത്ത മാനേജറെ അയാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ ഭാഗത്ത് നോക്കി അടി കിട്ടും ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എയും അവർ ബി ആയിട്ട് വേർതിരിഞ്ഞു. ഒരിക്കലും ഹോൾ² ആക്കാൻ വിട്ടില്ല. 38 വർഷത്തിന് ശേഷം ഞങ്ങൾ 241 കുട്ടികൾ, എൻ്റെ കൂടെ SLC എഴുതിയ കുട്ടികളിൽ ഒരാൾ കണ്ടുകിട്ടിയില്ല. 240 ആളെ കണ്ടുപിടിച്ചു. അതിൽ 8 ആൾ മരിച്ചുപോയി. ബാക്കിയുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. a+b² ആയിട്ട് നോക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് a², മറുഭാഗത്ത് 2ab, മറ്റു ഭാഗത്ത് b². എന്താ തിരക്ക്! അന്നല്ല നമുക്ക് പ്രേമൊന്നും വേണ്ടത്ര. നമ്മളെ കാലത്തല്ല പ്രേമം ഉണ്ടെങ്കിൽ പറയാൻ ധൈര്യമില്ല. ഉണ്ടോ? കാരണം അത്ര ഹോർമോണും ശക്തി കുറവാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഹോർമോൺ ഉണ്ടാവേണ്ടത്? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെക്കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാൻ? അതുകൊണ്ട് പ്രേമം വന്നാൽ തന്നെ ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് തമ്മാമൽ നോക്കുക എന്നല്ലാണ്ട് പറയാൻ ധൈര്യമില്ല. അടി കിട്ടും പിടിച്ചിട്ട്. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഫോട്ടോഗ്രാഫിൽ കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി. രണ്ടും 2 വഴിക്ക് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒരു വിവരമില്ല. പാള കീറിപ്പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പൊ ഇതാ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഫേസ്ബുക്കും വാട്സപ്പെല്ലാം ആയപ്പോ പഴയതിനെല്ലാം അന്വേഷിച്ച് പുറപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഘമായിപ്പോ അല്ലേ. എന്നാൽ അന്ന് ഹോർമോൺ കുറവായി. ഇന്ന് നേരെ തിരിച്ചിട്ട് ഹോർമോൺ കൂടുതലാ. ബാലൻസ് തെറ്റാ. ഹോർമോൺ ബാലൻസ് തെറ്റുക. ഇന്നലെ മിഞ്ഞാന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ നിങ്ങള്? 9ാം ക്ലാസ്സിലെ കുട്ടി പെറ്റു. കുട്ടീൻ്റെ അച്ഛൻ 8ാം ക്ലാസ്സുകാരൻ. മനസ്സിലായില്ല? എന്താ കാരണം? ഇന്നേതാ ഭക്ഷണം? ഇന്ന് 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾക്ക് മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കുക. ആ സമയത്ത് കാരണം ഏതാ? എത്രയാ ഇറച്ചി, എത്രയാ മീൻ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാം ഓയിൽ ഉപയോഗിക്കുന്നത്? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ച ഒരു പേരേ ഉള്ളൂ. എന്ത്? ശവം അല്ലെ മയ്യത്ത്, ഇതല്ലേ ഉള്ളൂ. എന്നാൽ കോഴീൻ്റെ ഒരു ഭാഗ്യം നോക്കിയാൽ മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ. മരിച്ച 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ഇത് മുഴുവൻ തിന്ന കുട്ടികൾ. അവൻ്റെ ഉള്ളിൽ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു
കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലുക. ഈ സമയത്ത് ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകില. എന്തിന് നേരത്തെ പോയിട്ട് 2 ട്രോഫി കിട്ടൂലല്ലോ, ഒന്ന് വിശ്രമിച്ച് പോയാൽ മതി. വിശ്രമിച്ച് ഉറങ്ങിപ്പോയി മുയൽ. ഉറക്കം തെളിയുമ്പോൾ ആമ പോയി ട്രോഫിയും വാങ്ങി വരുന്നു. എന്നിട്ട് അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. നമുക്ക് ഈ കഥയൊന്ന് മാറ്റിപ്പിടിക്കണം രക്ഷിതാക്കളെ, കുട്ടികളെ. ആമ എന്ന് പറയുന്ന നമ്മുടെ ശരീരമാ, മനസ്സെന്ന് പറയുന്ന മുയലാ. നമ്മുടെ ശരീരം ആമയെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വളരും. ഒരു മൃഗങ്ങളുടെ ശരീരവും നമ്മുടെ ശരീരവും താരതമ്യം ചെയ്യൂ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങളുടെ മക്കള് അരമണിക്കൂർ കൊണ്ട് ഓടിയോ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കുമ്പോൾ കൊഞ്ച് വയസ്സാവില്ലേ? 1 വയസ്സാവില്ലേ? 6 മാസം കൊണ്ടല്ലേ ദോശ മറിച്ചിടൂ. കമിഴ്ന്ന് കിടക്കാൻ 6 മാസാവില്ലേ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവൂലേ? 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയാ. നമ്മുടെ കുട്ടിയോ കൊച്ചുമോള. നമ്മുടെ ശരീരം മെല്ലെ വളരൂ. മനസ്സ് നോക്കൂ, എന്തെല്ലാം കുട്ടികൾ പഠിക്കുന്നത്. അവരുടെ ബുദ്ധി അപാരമാണ്. നമ്മൾ 600-ൽ 360 മാർക്ക് പണ്ട് വാങ്ങിയിട്ട് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കുട്ടികളോട് ചോദിക്കൂ, 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്ര. എന്തൊരു മാർക്കാണ് കുട്ടികൾക്ക്! എന്തെല്ലാം അവർ അന്വേഷിക്കുന്നത്! അപാര ബുദ്ധി IQ ആണ് ഇന്നത്തെ കുട്ടികൾക്ക്. പക്ഷെ ഈ ബുദ്ധിക്ക് ആനുപാതികമായി വളരേണ്ട കുറച്ച് ഘടകങ്ങൾ വളർന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? അവന്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യും. മുയൽ ഉറങ്ങും, ആമ മുന്നോട്ട് പോവും. ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഉറക്കുണ്ടാവില്ല, ആമ പോയി. പോകല്ല മോളെ എന്ന് പറയേണ്ടത് ആരാ? മനസ്സാകുന്ന മുയല. മുയൽ ഉറങ്ങിപ്പോകുന്നു. സംസ്കാരത്തിന്റെ മുയൽ ഉറങ്ങുക. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മയെയും അപമാനിച്ചു പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കേണ്ട മനസ്സ് ഉറങ്ങിപ്പോയി. മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. എന്താ അത്? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 8 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ, നമ്മളെപ്പറ്റി സ്വപ്നം കാണാൻ തുടങ്ങിയവരെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരുത്തൻ അരയിൽ ഉടുക്കേണ്ട പാൻറ് ചന്തീൻ്റെ അടിയിൽ ഉടുത്ത ഫ്രീക്കൻ വന്നിട്ട് വിളിച്ച അപ്പ പോവുക. എന്താ പോകുന്നത്? പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരൂ. ഓൻ കഞ്ചാവാ, ഞാനിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് നടക്കുക നമ്മുടെ നാട്ടിൽ. സംഭവം എന്താ? ഈ മനസ്സിന്റെ കൂട്ടത്തിൽ, ഇന്റലിജൻസ് കോഷ്യന്റിന്റെ വികാസത്തിന്റെ കൂട്ടത്തിൽ അവന് ആർദ്രമായ ഇമോഷണൽ കോഷ്യന്റ്, അവന് സൗന്ദര്യബോധവും അനുഭൂതിയുടെ കലയുടെ ലോകം കൊടുത്തില്ല. അവന് ധാർമ്മികതയുടെ സ്പിരിച്വൽ കോഷ്യന്റ് കൊടുത്തില്ല. അവന് സോഷ്യോ കോഷ്യന്റ്, സാമൂഹ്യ ബോധം കൊടുത്തില്ല. സാമൂഹ്യ ബോധം വേണ്ടേ? ഇതെല്ലാം ആരുണ്ടാക്കിയതാണ്? സമൂഹം ഉണ്ടാക്കിയതല്ലേ? ബഹുമാന്യനായ MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടിയോടുകൂടി സ്വീകരിക്കാം. ഞാൻ പറയാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഉദ്ഘാടകന് ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് എൻ്റെ പ്രസംഗം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി പറഞ്ഞത് കംപ്ലീറ്റ് ആക്കാൻ ഇതിന് ശേഷം പറയാം.